നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ 6 പതിറ്റാണ്ട് കാലമുള്ള 63 വർഷക്കാലത്തെ CPM ബന്ധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴയിലെ കരുത്തുറ്റ നേതാവായ, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ പാർട്ടി മെമ്പർഷിപ്പ് ഏറ്റവും അധികം കാലമായി ഉണ്ടായിരുന്ന മുൻമന്ത്രി ജി സുധാകരൻ. അദ്ദേഹം ആ റെക്കോർഡ് തന്നെ അവസാനിപ്പിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് ജി സുധാകരൻ. തന്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് പാർട്ടിയെ പരസ്യമായി തന്നെ വെല്ലുവിളിക്കുന്നതും തനിക്കേറ്റ മാനഹാനിയെപ്പറ്റി തുറന്നു പറയുന്നത്. അതിൽ പ്രധാന ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് തന്നെ പരിഹസിച്ചെന്നും ഇതൊന്നും ചോദിക്കാനോ അതിനെ തിരുത്താനോ ആരും തന്നെ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനി എന്തിന് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കണം, എന്തിനു വേണ്ടി ഒരു പാർട്ടിക്കാരനായി നിലകൊള്ളണം? ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം കടുത്ത വിമർശനങ്ങളടക്കം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് ഈ പറയുന്ന നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. MV ഗോവിന്ദന്റെ വീഡിയോ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പാർട്ടിയിൽ താൻ നേരിട്ട അവഗണനകൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് കനത്ത പ്രഹരം ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിമതനായി സുധാകരൻ കളത്തിലിറങ്ങുമോ? പിന്തുണ നൽകാൻ UDF തയ്യാറാകുമോ? ഈ ഒരു ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ആലപ്പുഴ ജില്ലയിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അവഗണനയ്ക്കൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് തന്നെ അപഹസിച്ചു. ആ അവഹേളനങ്ങളാണ് പാർട്ടി അംഗത്വം പുതുക്കാതെ അതൃപ്തി പരസ്യപ്പെടുത്താനായി സുധാകരനെ പ്രേരിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിലാകെ LDFനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെ സമീപനം തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഈ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി നിൽക്കണമെന്നുള്ള സമീപനമായിരുന്നു സുധാകരൻ സ്വീകരിച്ചത്. ഏറെ അടുപ്പമുള്ള പലരോടും സുധാകരൻ ഇക്കാര്യം ഇതിനു മുന്നേ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ ജി സുധാകരൻ മത്സരിച്ചേക്കും. UDF പിന്തുണ നൽകിയാൽ CPMനെ സംബന്ധിച്ച് അത് കടുത്ത വെല്ലുവിളിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. തന്റെ പിതാവിനെ ആക്ഷേപിച്ച് ലോക്കൽ കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിനെ പോലും ചോദ്യം ചെയ്യാൻ ആരും തയ്യാറായില്ല എന്നാണ് പാർട്ടിയിലെ ഇന്നത്തെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ജി സുധാകരൻ ചോദിക്കുന്നത്. പോസ്റ്റ് ഇട്ട വ്യക്തി ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സുഹൃത്തും താൻ ഒരു പരിഗണനയും അർഹിക്കാത്ത ഒരാളാണെന്ന രീതിയിൽ സംസ്ഥാന സെക്രട്ടറി പോലും പ്രതികരിച്ചു. അതുപോലും ആരും ചോദ്യം ചെയ്തില്ല. ഏറെ വേദന ഉണ്ടാക്കിയ വിഷയം. സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി താൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന, ശരിയല്ലാത്ത, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രയോഗം നടത്തി കളിയാക്കി ചിരിച്ചു. അത് കേട്ട് പത്രക്കാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ ഇവിടെ എണ്ണി പറയുന്നില്ലെന്നും സുധാകരൻ പറയുന്നു. ആ ഘട്ടത്തിലാണ് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുന്നു. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങൾ ഒപ്പം ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തന്റെ തീരുമാനം. എല്ലാവർക്കുമുള്ള നന്ദിയും സുധാകരൻ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നുണ്ട്. ജി സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം കൂടി പരിശോധിക്കാം. അത് ഇങ്ങനെയാണ്: 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല, അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്നൊഴിവായി ആലപ്പുഴ DC കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ച് ഒഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളിലൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BAR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ എനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. എൻ്റെ അച്ഛൻ അവരെ ആക്ഷേപിച്ചൊരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാനിവിടെ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാനൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നുമില്ല.
ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് സുമന സാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസകൾ, നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിൽ അംഗമല്ല, എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായി ജി സുധാകരന് സാധിക്കും. അതിനുള്ള അവസരം ഒരുപക്ഷെ UDF ഒരുക്കി നൽകിയാൽ എന്താകും ആലപ്പുഴയിൽ സംഭവിക്കുന്നത്? പാർട്ടി അംഗത്വമില്ലാതെ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഇപ്പോഴത്തെ പാർട്ടിയുടെ പോക്കറ്റിൽ അതൃപ്തിയുള്ള പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും, ഒരു സംശയവും വേണ്ട. ഇതുകൂടാതെ നിഷ്പക്ഷ വോട്ടർമാരുടെ വോട്ട് കിട്ടാനും സാധ്യതയേറെയാണ്. UDF പിന്തുണച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം പറയേണ്ടതില്ല. സുധാകരൻ കളത്തിലിറങ്ങിയാൽ ഉറപ്പായും UDF നേതൃത്വം അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ വരുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനി പ്രതീക്ഷിക്കാവുന്നതാണ്. CPM ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി ഏറെക്കാലമായി ഉടക്കിലാണ് ജി സുധാകരൻ. ആ പിടലപ്പടക്കങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. സുധാകരന് സീറ്റ് നിഷേധിച്ചു എന്നുള്ളത് മാത്രമല്ല, അർഹിക്കുന്ന പരിഗണന പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സീറ്റ് ഒരു കാരണവശാലും സുധാകരന് കൊടുക്കേണ്ടതില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിരുന്നു. സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് തുടങ്ങിവെച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കാനും അദ്ദേഹത്തിന്റെ പേരുള്ള ഫലകങ്ങൾ അടക്കം മാറ്റാനുള്ള ശ്രമങ്ങളും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അതിനിടയിൽ തന്നെ കോൺഗ്രസ് അനുകൂല വേദികളിൽ സുധാകരനെത്തി പ്രതിപക്ഷ നേതാവായ VD സതീശനെ പുകഴ്ത്തി സംസാരിച്ചതും കോൺഗ്രസിനൊപ്പം ചേരുന്നു എന്നുള്ള ആക്ഷേപത്തിനിടയാക്കി. അതിരൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ സുധാകരന് നേരിടേണ്ടി വന്നത്. തങ്ങളുടെ സഖാക്കന്മാരിൽ തലമുതിർന്ന സഖാവാണെന്നുള്ള കാര്യം പോലും മറന്ന് പല വെട്ടുക്കിടി കൂട്ടങ്ങളും സൈബർ ഇടത്ത് അതിശക്തമായി തന്നെ സുധാകരനെ കടന്നാക്രമിച്ചു. സുധാകരൻ പറഞ്ഞതുപോലെ തടയാനോ നിയന്ത്രിക്കാനോ ആരും തന്നെ ഇല്ലാതായിപ്പോയി. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാനെ പ്രതിക്കൂട്ടിലാക്കിയ സുധാകരൻ രൂക്ഷമായ വിമർശനവും നടത്തി. താൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിലെ ഒരു സ്വർണ്ണപ്പാളിയും ഒരുത്തനും കൊണ്ടുപോയിട്ടില്ല എന്നും താൻ ഇരുന്ന 3.5 വർഷം ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്നുള്ള സുധാകരന്റെ പ്രസ്താവന അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയത് സർക്കാരിനെയും ഒരുപോലെ CPM-നെയുമായിരുന്നു ഏറെ പ്രതിരോധത്തിലാക്കി. സുധാകരനെ അങ്ങനെ ഏതു വിധത്തിലും എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് തങ്ങൾക്കൊപ്പം നിർത്താനായി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ജില്ലാ നേതൃത്വം ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരിഹാസത്തിൽ അങ്ങേയറ്റം മുറിവേറ്റ സുധാകരൻ ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. അതേസമയം സുധാകരന്റെ ഈ പ്രഖ്യാപനത്തിൽ EP ജയരാജൻ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജി സുധാകരൻ എന്നത് ഏറെ പക്വതയുള്ള നേതാവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി അദ്ദേഹത്തെ എല്ലാ രീതിയിലും പരിഗണിച്ചിട്ടുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കാലഘട്ടം മുതൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് തങ്ങൾ. ഒരുപാട് കാലത്തെ അനുഭവ പരിചയമുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സഖാവല്ല അദ്ദേഹമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സുധാകരനെ പാർട്ടി അവഗണിച്ചു എന്ന ആരോപണങ്ങൾ ജയരാജൻ നിഷേധിക്കുകയാണ്. സുധാകരൻ വളരെ പക്വതയുള്ള അനുഭവ സമ്പത്തുള്ള സഖാവാണ്. അദ്ദേഹം ഒരിക്കലും പാർട്ടിയെപ്പറ്റി തെറ്റായി ചിന്തിക്കുമെന്ന് താൻ കരുതുന്നില്ല. സംസ്ഥാന സെക്രട്ടറി തന്നെ അവഗണിച്ചുവെന്നോ പരിഹസിച്ചുവെന്നോ അദ്ദേഹം പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നാണ് EP ജയരാജൻ പറയുന്നത്. വേണ്ട രീതിയിലൊക്കെ എല്ലാ കാലത്തും പാർട്ടി സുധാകരനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. താൻ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് സുധാകരൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത്തരത്തിലുള്ള ചില ഓർമ്മകൾ കൂടിയാണ് ജയരാജൻ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഇത്തവണ ആലപ്പുഴയിലാകട്ടെ സിറ്റിംഗ് സീറ്റ് MLA-മാരെ ഉൾപ്പെടുത്തി തന്നെയാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക നൽകിയത്. കായംകുളം, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചിരിക്കുന്നത്. കായംകുളത്ത് പ്രതിഭയ്ക്ക് പുറമെ R നാസർ, KH ബാബുജാൻ എന്നിവരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അരൂരിലും R നാസറിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ R നാസറിനെതിരെ പാർട്ടിയിൽ തന്നെ ചില മുറുമുറുപ്പുണ്ട്. വിജയസാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് നാസർ എന്നാണ് നിലവിൽ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ജി സുധാകരനെ മത്സരിപ്പിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു കേട്ടിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും അതനുസരിച്ച് മാത്രമേ പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയൂ, മാറ്റി നിർത്തിയവരെ പറ്റി ചർച്ച വേണ്ട എന്നുകൂടിയായിരുന്നു ഗോവിന്ദന്റെ മറുപടി. ഇതും ജി സുധാകരനെ സംബന്ധിച്ചേറെ മുറിവുണ്ടാക്കിയ, വേദനയുണ്ടാക്കിയ സംഭവമായിരുന്നുവെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത.